വെള്ളാണിക്കൽ പാറമുകളിൽ പോകാൻ ഇറങ്ങിയ ഞങ്ങളാണ് വഴി കണ്ട മൾബറി പറിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ സാധനം എവിടെ കണ്ടാലും എനിക്ക് നൊസ്റ്റാൾജിയാണ്, അത്രമാത്രം ഇഷ്ടമാണ്. ആരും പറിക്കാറില്ല കേട്ടോ അവരുടെ വീട്ടിലുള്ളതൊക്കെ, പക്ഷെ ഞാൻ കണ്ടാൽ ഞാൻ നിർത്തി പറിക്കാറുണ്ട്. നല്ല പഴുത്ത നോക്കി പറിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. എനിക്ക് എത്ര കഴിച്ചാലും മതിയാവാത്തൊരു സാധനമാണ്. അങ്ങനെ ഞാൻ കുറച്ച് കഴിക്കുകയും കുറച്ച് കയ്യിലും പറിച്ചിട്ട് ഞങ്ങൾ നേരെ പാറമുകളിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോലിയക്കോട് വഴിയൊരു വഴിയുണ്ട്. കോലിയക്കോട് എന്ന് പറയുമ്പോൾ പോത്തങ്കോട് നിന്ന് വെഞ്ഞാറമൂടി പോണ വഴിക്ക് അവിടെ നിന്ന് ഇടത്തേക്കൊരു വഴിയുണ്ട് കോലിയക്കോട് എത്തുന്നതിന് മുന്നേ. ആ വഴിയാണ് എനിക്ക് അറിയാമെന്നുള്ളത്. പക്ഷേ ആ വഴി കുറച്ച് സീനായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, റോഡ് വളരെ മോശമായിരുന്നു. അവസാനം ഞാൻ ഇറങ്ങി നടന്നാലോ എന്ന് വരെ ചിന്തിച്ച്. പോണവരാരും ആ വഴി കൂടി മാക്സിമം പോകാണ്ടിരിക്കാൻ ശ്രമിക്കുക, കാരണം റോഡ് അത്രയ്ക്കും വളരെ മോശമായിട്ട് കിടക്കുകയാണ്. കുറച്ച് വ്യൂസൊക്കെ കാണാം അതുവഴി പോകുമ്പോൾ, ഇല്ലയെന്ന് പറയണില്ല. പക്ഷെ റോഡ് എത്രത്തോളം മോശമാണ്, പിന്നെ കാടും പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. നടന്നു പോകണമായിരിക്കും കുറച്ചും കൂടി നടന്നു പോകണവർക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ നല്ല ദൂരമുണ്ട്. അങ്ങനെ കുറച്ച് വ്യൂസൊക്കെ കണ്ട സ്ഥലത്തൊക്കെ നിർത്തി ഞങ്ങൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മിനി പൊന്മുടിയാണ്. പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ പോകണമെങ്കിൽ അടിപൊളിയാണ്. വിൻ്റർ സീസണിൽ രാവിലെ ഈവനിങ്ങും വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ബാക്കി ദിവസങ്ങൾ അങ്ങനെ അല്ല എന്നല്ല, നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. സൺസെറ്റ് കാണാൻ പറ്റും, കടൽ കാണാൻ പറ്റും. ഈ ഒരു ക്രഷർ യൂണിറ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ റോഡ് അങ്ങനെ മോശമായിട്ട് കിടക്കുന്നത്. എന്തായാലും അതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ വലിയ എളുപ്പത്തിൽ നമുക്ക് അവിടെ എത്താൻ പറ്റിയേനെ. ഇതില്ലാണ്ട് നമുക്ക് മഞ്ഞമല വഴി എത്താൻ പറ്റും കേട്ടോ. ആ റോഡ് ഞാൻ തിരിച്ചു പോകണ വഴിക്ക് കാണിച്ചു തരാം. അപ്പം റബ്ബറാണ് ഫുള്ളും, പക്ഷെ കാണുമ്പോൾ കണ്ണിനൊരു സുഖം, പച്ചപ്പ് കാണുമ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ പാറമുകളിൽ എത്തിയിട്ടുണ്ട്. വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലേക്ക് പോകണം, അപ്പോഴാണ് നമുക്ക് വ്യൂ കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്പലം തുറക്കാറുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ, കടൽ കാണാൻ പറ്റും, സൺസെറ്റ് കാണാൻ പറ്റും. കുറേ നേരം നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും, മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും മാറിയിരിക്കാൻ പറ്റും. പിന്നെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നവംബറിന് ശേഷം പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് പോയി നോക്കുക. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസും കൂടെ ആയതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ പേർക്ക് അറിയായിരിക്കും. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കുക. അപ്പം എല്ലാവരും പോയി തിരിച്ച് വന്ന റോഡാണ് കേട്ടോ ഇത് അടിപൊളി റോഡാണ്. ഇത് നമ്മൾ നേരെ പാറമുകളിൽ നിന്ന് താഴേക്കൊരു റോഡ് കിടപ്പുണ്ട്. അത് വന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞമല, വേങ്ങോട് വഴി പോത്തങ്കോടും എത്താം. അല്ലാന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ പോണ വഴിക്കുള്ള തോന്നയ്ക്കൽ NHൻ്റെ അവിടെ കയറാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ റോഡായിരിക്കും ബെറ്റർ, മറ്റേ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.